ഏപ്രിൽ 27 കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സംഭവം നടന്നത്. യദു മേയർ വിഷയം. അതായത് യദു 10-18 മണിക്കൂർ നേരം ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടിച്ച് ക്ഷീണിച്ച് എങ്ങനെങ്കിലും വീട്ടിൽ ചെന്നൊന്ന് തലചാക്കാൻ വേണ്ടി വളരെ പെടാപ്പാടുപെട്ട് വരുന്ന ആ ചെറുപ്പക്കാരനെ നേരം വെളുക്കുവോളം കൊതുകടി കൊണ്ട് തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ കസേരയിൽ കൂത്തിയിരുത്തിച്ച ഒരു സംഭവം. മേയറും MLA അവർ രണ്ടുപേരും കൂടി ഏത് ഓടിച്ചു വന്ന ബസ് സാബല്യം ജംഗ്ഷനിൽ തടഞ്ഞിട്ട് നാടകം കളിച്ച ദിവസം 2 മാസം കഴിയുമ്പോൾ യദു ഇന്ന് പട്ടിണിയിലാണ്. തൊഴിൽ നിഷേധിക്കപ്പെട്ട് പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തുടക്കത്തിൽ ഒരുപക്ഷെ യദു ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഇന്ന് ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ഒരു സാധാരണക്കാരനാണ്. ഇന്ന് സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടിരിക്കുകയാണ്. ആ പ്രതിനിധിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം എറണാകുളത്തും അതുപോലെ പാലക്കാടും രണ്ടുപേർ ആരുടെയും തന്നെ പ്രേരണ ഇല്ലാതെ സ്വന്തമായി ഇറങ്ങിയത് കണ്ടു. അവർക്ക് യദുവിനെ അറിയില്ല, യദുവിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് അറിയാവുന്നത്. എന്നാൽ ഇപ്പോ ദിവസങ്ങൾ കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ യദുവിന്റെ പട്ടിണിയുടെ വില കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് കേരളവും കടന്ന് ഭാരതവും കഴിഞ്ഞ് പ്രവാസ ലോകത്തേക്ക് എത്താണ്, ഗൾഫ് രാജ്യത്തേക്ക് എത്താണ്. അവിടെ റോജി എന്നൊരു കുമ്പനാട്ടുകാരൻ, തിരുവല്ലാക്കാരൻ, അദ്ദേഹത്തിന്റെ ലേബർ ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് യദുവിന്റെ 2 ചിത്രങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ പ്രതിനിധിയാണ്, കേരളത്തിലെ ഞങ്ങളുടെ പ്രതിനിധിയാണ്. തൊഴിലെടുക്കുന്നവനെ അധ്വാനത്തിന്റെ വില അറിയൂ, നയിച്ച് തിന്നുന്നവനെ അതിന് പ്രതിസന്ധിയുടെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. വരുമാനം ഉണ്ടാക്കുന്നവന് മാത്രമേ വരുമാനത്തിന്റെ പ്രതിസന്ധിയുടെ ബുദ്ധിമുട്ട് അറിയൂ. അല്ലാതെ ശരീരമനങ്ങാതെ പണിയെടുക്കുന്നവൻ, ആരന്റെ മുതൽ കൊള്ളയടിക്കുന്നവൻ അല്ലെങ്കിൽ അതുപോലെയുള്ളവർക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. യദുവിന്റെ ഈ ഒരു പ്രശ്നം കേരളവും കടന്ന് പ്രവാസ ലോകത്തെത്തുമ്പോൾ പ്രവാസികൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകരുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം പ്രവാസികളുടെ സമ്പത്ത് ഒഴുക്ക് മാത്രമാണ് കേരളത്തെ ഒരല്പം പിടിച്ചു നിർത്തുന്നത്. എക്കാലവും കള്ള് വിറ്റും ലോട്ടറി എടുപ്പിച്ചും ചൂത് കളിപ്പിച്ചും ഇവിടെ കാലാകാലം നിലനിൽക്കാൻ കരുതുന്നുണ്ടോ? അങ്ങനെ ഇനിയുള്ള കാലം കഴിഞ്ഞു പോകുമെന്നാണ് കരുതുന്നത്. പ്രവാസ ലോകത്തെ പണം ഇവിടെ വരാതിരുന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് പ്രവാസികളെ പലതവണ നമ്മുടെ സർക്കാർ പറ്റിച്ചതാണ്. കൊറോണ കാലത്ത് പല വാഗ്ദാനങ്ങളും കൊടുത്തു. ആ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കേരളത്തിൽ വന്ന പ്രവാസികൾ പലരും ഉള്ള ജോലി ഒഴിവാക്കിയിട്ട് ഇനിയുള്ള കാലം കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞ പലരും ആത്മഹത്യ ചെയ്തു. നമ്മൾ കണ്ടതാണ്. പ്രവാസികളോട് കളിക്കരുത്. കാരണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതികരിച്ച് തുടങ്ങിയാൽ അത് കേരളത്തിന് ദോഷമായിരിക്കും. അവന്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് മരുന്നിന് പോലും വാങ്ങാൻ നിവൃത്തിയില്ല. അവന്റെ കുട്ടിക്ക് സുഖമില്ലാതെ കിടന്നപ്പോ മറ്റുള്ളവരുടെ നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോയത്. 2 മാസം പൂർത്തിയായ സമയത്ത് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു, സാർ പട്ടിണിയാണ്, നിങ്ങൾ ഒന്നുകിൽ എന്നെ ജോലിക്ക് തിരിച്ചെടുക്കണം, അതല്ലെങ്കിൽ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം, ഞാൻ മറ്റേതെങ്കിലും പണിക്ക് പൊക്കോട്ടെ, ഞാനും നിങ്ങളും തമ്മിലൊരു കരാറുണ്ടല്ലോ, ആ കരാറൊന്ന് ഒഴിവാക്കി എന്നെ ഒന്ന് സ്വതന്ത്രമാക്കി വിടണം, ഞാൻ എന്തെങ്കിലും കൂലിപ്പണിയെടുത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു. ഇതുവരെ അതുമേൽ യാതൊരു നടപടിയുമില്ല. അപ്പൊ സ്വാഭാവികമായും പ്രവാസ ലോകം പ്രതികരിക്കും. കുമ്പനാട്ടുകാരനായുള്ള റോജി, തിരുവല്ലാക്കാരൻ, പത്തനംതിട്ട ജില്ലക്കാരൻ, അദ്ദേഹം പ്രതികരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഇത് പ്രവാസ ലോകത്തിന്റെ ശബ്ദമാണ്. ഇത് പ്രവാസ ലോകത്ത് നിന്നുമുള്ള ആദ്യത്തെ ശബ്ദമാണ്, ആദ്യത്തെ ദൃശ്യ ശബ്ദമാണ്. ഇനിയും വരും. പ്രവാസ ലോകം ഒന്ന് ഉറക്ക തുമ്മിയാൽ തീരുന്നതേ ഉള്ളൂ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിരത എന്ന് മനസ്സിലാക്കണം. കാരണം അവരവരുടെ കുടുംബത്തിലേക്ക് അയക്കുന്ന പണമാണ് ഇവിടുത്തെ ഒരു വരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ മറന്ന് അവരെ ചോരയിൽ തൊട്ട് കളിക്കരുത്. അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ വന്നാൽ ഒരുപക്ഷെ കേരളത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രവാസ ലോകത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ലേബർ ക്യാമ്പിൽ നിന്ന് അദ്ദേഹം ഉറങ്ങുന്ന ബെഡിൽ ഇരുന്നു കൊണ്ട് യദുവിന്റെ 2 ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇത് പ്രവാസ ലോകത്തിന്റെ ശബ്ദമാണ്. യദുവിന്റെ ശബ്ദം കേരളവും കടന്ന് ഭാരതവും കടന്ന് പ്രവാസ ലോകത്തെത്തിയതിന്റെ അവസ്ഥ. നാളെ ലോകത്തുള്ള മലയാളികൾ മുഴുവൻ ഇതുപോലെ പ്രതിഷേധിക്കുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ അമേരിക്കയിലും അതുപോലെ കാനഡയിലും UK-യിലുമുള്ള മിക്കവാറും എല്ലാ പ്രവാസികളും ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. പലരും എന്നെ പോലും വിളിക്കുന്നുണ്ട്, വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ പ്രതിഷേധമുണ്ട്. ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കുക. കേവലം 2 മാസം കഴിഞ്ഞിട്ടും ഇത് മാഞ്ഞു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മലയാളികൾ ഈ പ്രശ്നം നെഞ്ചോടെ എത്തിയിട്ടുണ്ട്. അത് ഭരണവർഗം മനസ്സിലാക്കിക്കൊണ്ട് യദുവിന്റെ പട്ടിണി അവസാനിപ്പിച്ചുകൊണ്ട് ഒന്നുകിൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം, അതല്ലാന്നുണ്ടെങ്കിൽ ജോലി കൊടുക്കണം. രണ്ടായാലും പട്ടിണിക്കിടാൻ ഇനി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാസ ലോകത്തെ പട്ടിണി എന്തെന്നറിയാവുന്ന ഒരു പ്രവാസി വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇതെന്താ ചേട്ടാ ഇതെല്ലാം കയ്യിലല്ല, ഇതെല്ലാം എന്തോ ഇത് സംഭവം? ഇത് നിങ്ങൾ അറിഞ്ഞില്ലയോ? ഇതാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ചർച്ചാ വിഷയമായിരിക്കുന്നത് നമ്മുടെ ഈ പയ്യന്റെ വിഷയമാണ്. ഇത് നമ്മളെ പോലെയുള്ള ഒരു തൊഴിലാളിക്ക് കേരളത്തില്
ജോലി കിട്ടാതെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനെ ഇപ്പൊ ജോലി നിഷേധിച്ച് അവനിപ്പം വീട്ടിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവനൊരു കൊച്ചു പയ്യനുണ്ട്. ആ കൊച്ചു കുഞ്ഞിനെ ഇപ്പൊ നോയിക്കൊണ്ട് വീട്ടിൽ ഇരിക്കുകയാണ്. അവര് എങ്ങനെയാ ചെലവ് കഴിയുന്നതെന്നോ എന്തോന്നോ ഇപ്പൊ സർക്കാരിന് ഒരു വിഷയമില്ല. ഇപ്പോഴാണെങ്കിൽ ഇതാണ് ഇപ്പൊ കേരളത്തിലെ മൊത്തം ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പ്രവാസികളാണെങ്കിലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ നാട്ടിൽ ചെന്ന് പ്രതിഷേധിക്കാനോ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ റൂമിൽ ഇരുന്നിട്ട് ഞാൻ പ്രതിഷേധിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുള്ളവനും അല്ല അതുപോലെ നമുക്ക് അധികാരമുള്ളവനും കേരളത്തിൽ എന്തും ചെയ്യാം എന്നൊരു രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ വണ്ടി ഓടിച്ചു വന്ന ഒരു വ്യക്തി എത്രമാത്രം ടയേർഡാണ്, എത്രമാത്രം ആളിന് ബുദ്ധിമുട്ടിൽ ആണ് ആള് ഇവിടെ തിരുവനന്തപുരം വരെ എത്തിയത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്കത് ശരിക്കും മനസ്സിലാവും. ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ ഒരു വണ്ടി ഓടിച്ചാൽ അതിന് എത്രമാത്രം നമുക്ക് ക്ഷീണം ഉണ്ടാവും എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് ഏകദേശം എത്തിയില്ല, എത്താൻ ഏതാനും കിലോമീറ്റർ പുറകിൽ ഒരു വണ്ടി നമുക്ക് ക്രോസ് ഇട്ടിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് കൂടാതെ നമ്മുടെ നിയമപാലകർ എന്ന് പറയുന്ന പോലീസ്, നമുക്ക് ഒരു വിഷയം ഉണ്ടായാലേ നമ്മൾ പോലീസിനെ സമീപിക്കുന്നത്. പോലീസ് വന്നിട്ട് അതിന് പോലീസ് കാണിച്ച നിലപാട് തീരെ മോശപ്പെട്ട ഒരു നിലപാടാണ് നമ്മൾ കണ്ടത്. അത് നമുക്ക് യോജിക്കാൻ പറ്റുന്നൊരു കേസല്ല. കാരണം യദു എന്ന് പറയുന്ന ഈ പയ്യനെ ആണ് ആദ്യം കൊണ്ട് കേസ് കൊടുത്തത്. പോലീസിൽ കേസ് കൊടുത്തിട്ട് അത് നിഷേധിച്ചു. പിന്നെ നമ്മുടെ മേയർ ആണ് രണ്ടാമത് അവിടെ പോലീസിനെ ഇൻഫോം ചെയ്യുകയും പോലീസ് വരികയും പോലീസ് വന്നിട്ട് ഈ പയ്യൻ്റെ പേരിലാണ് കേസെടുക്കുകയും ഇതിൻ്റെ പേരിൽ ഈ പയ്യൻ ഇപ്പം ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഘോരഘോരം പ്രസംഗിക്കുന്ന നമ്മുടെ മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി ഇന്ന് വരെ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല. എന്നാൽ മേയർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പോലും പറയാനൊരു തൻ്റെ ഇടം കാണിച്ചിട്ടില്ല. ചാനലുകളിൽ വന്ന് ധാരാളം കാര്യങ്ങൾ പറയുമെങ്കിലും ഈ ഒരു വിഷയത്തിൽ മേയർ എന്താണ് കാണിച്ചത്, അത് തെറ്റായിപ്പോയെന്ന് പറയാൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് ആരും മുമ്പോട്ട് വരുന്നില്ല. ഇത് വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. നമ്മൾ പ്രവാസികൾ ഞാനൊരു പ്രവാസി എന്ന നിലയ്ക്ക് എനിക്ക് നാട്ടിൽ പോയി പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ റൂമിലിരുന്നിട്ട് ഞാൻ പ്രതിഷേധിക്കുകയാണ്. ഇത് എന്നോടൊപ്പം ആയിരക്കണക്കിന് ആൾക്കാർ ഈ പ്രവാസികളായിട്ടുണ്ട്. അവർ എന്നോടൊപ്പം സഹകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ബെഡിൽ എൻ്റെ റൂമിലിരുന്നിട്ട് ഞാനിത് പ്രതിഷേധിക്കുന്നു. എൻ്റെ പ്രതിഷേധം ഞാൻ മറ്റുള്ളവരെ കൂടെ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളും എന്നോടൊപ്പം സഹകരിക്കുക. ഈ യദുവിനൊപ്പം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, പ്രവാസികൾ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഷയത്തിന് നമുക്ക് പരിഹാരം കാണാൻ പറ്റും. നമ്മളില്ല, പ്രവാസികൾ എന്ന് പറയുന്നത് ഞങ്ങളില്ല എങ്കിൽ കേരളമില്ല എന്ന് ഞങ്ങൾ 100% പറയുന്നു. കേരളത്തിൽ പ്രവാസികൾ അയക്കുന്ന കാശ് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ ഒരു വരുമാനവുമില്ല. കേരളത്തിലാണെങ്കിൽ ഒരു കാര്യങ്ങളിലും ഒരു വ്യവസായ മേഖലകളിൽ ആരും മുമ്പോട്ട് വരുന്നില്ല. കേരളത്തിലെ പ്രവാസികൾ അയക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊണ്ട് മാത്രമാണ് ഈ ഖജനാവിൽ വരുന്ന കാശ് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആകുമ്പോൾ ഒരു പ്രവാസി എന്ന നിലയ്ക്ക് ഞാനും അതിലൊരു ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പ്രതിഷേധിക്കുന്നു. യദുവിന് നീതി കിട്ടണം, യദുവിന് നീതി കിട്ടണം, യദുവിന് നീതി കിട്ടണം.